കയറോളെ. ഇറങ്ങോളെ. വാ. ഇവിടെ ആരുമില്ലേ? എന്റെ കാറിലൊഴിക്കാൻ കുറച്ച് വെള്ളം വേണം. ഞാൻ കൂടി എടുത്തോളാം. അയ്യോ മോളെ വേണ്ട, വീഴും. ഞാൻ പോരുത്തരാം. അല്ല സാറെന്താ ഇവിടെ? കാറിന്റെ നേരിട്ടൊരു വെള്ളം തീർന്നു, കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതെന്റെ വീടാ, ഇതെന്റെ പെങ്ങളാ. സാറ് കയറി ഇരുന്നാട്ടെ. ഇല്ല ശിവരാമ, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. മോൾ സ്കൂളിലാക്കണം. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. സാർ എന്റെ വീട്ടിൽ ആദ്യം വരികയല്ലേ, ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. വാ മോളെ. ബിന്ദുമോൾ എത്രയിലാ പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മോളുടെ അമ്മയുടെ പേരെന്താ? എനിക്ക് അമ്മയില്ല, എന്റെ അമ്മ മരിച്ചുപോയി. ബിന്ദുമോളെ വാ പോവാം. വരുന്നു ഡാഡി. ഞാൻ പോട്ടെ ആന്റി. മോളെടുത്തോ. മറ്റേ ആന്റി. വാ മോളെ. വരട്ടെ ശിവരാമ. വണ്ടിയുടെ കുഴപ്പമൊക്കെ തീർന്നോ സാറേ? ഒത്തിരി ദൂരം പോകേണ്ടതല്ലേ? തീർന്നു. എന്ന് ഞാൻ വരട്ടെ. മോളെ ആനിക്ക് ടാറ്റ കൊടുക്ക്. മോൾ ഇനിയും വരണം കേട്ടോ. ടാറ്റ ആന്റി. നല്ല മനുഷ്യനാ, പണക്കാരനാണെന്ന ഭാവമേ ഇല്ല. പാവം, ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചുപോയി. ഡാഡി, ഡാഡി, നമ്മൾ ഇന്നാള് പോയില്ലേ, ആ ആന്റിയുടെ അടുത്ത് പോകാം. മോൾ അവരെ മറന്നില്ലേ? അവൾ ഒരുപാട് ദൂരെയല്ലേ മോളെ? എന്നാ ഡാഡി ആന്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ആ ആന്റി എനിക്ക് വലിയ ഇഷ്ടാ. ആ ആന്റി ഇവിടെ വന്നാ എന്നെ കുളിപ്പിക്കൂ, എനിക്ക് ചോറ് തരൂ. ഞാൻ ആന്റിയുടെ കൂടെ ഉറങ്ങും. മോളെ മോളെ മോളെ. ഡാഡി, ഡാഡി, ആന്റി ഇവിടെ. ആന്റി. ആന്റിയോ? ആ ആന്റി ഇവിടെ വന്ന് എന്നെ എടുത്ത് ഉമ്മ വെച്ചു. മോള് സ്വപ്നം കണ്ടതാണ്. കിടന്നുറങ്ങിക്കോളൂ. ഞാൻ ശിവരാമനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താണ് സാർ? ശിവരാമ, എന്താണെങ്കിലും സാറിന് എന്നോട് പറയാമല്ലോ.
എന്റെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോഴാണ് എന്റെ മോൾക്ക് ഒരമ്മ വേണമെന്ന് തോന്നി തുടങ്ങിയത്. ഞാനത് മനസ്സിലാക്കണ്ടേ? ഒരായക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. എന്റെ മോൾക്ക് ഒരമ്മ വേണമെങ്കിൽ വീണ്ടും ഞാൻ വിവാഹം ചെയ്യേണ്ടി വരും. അത് വേണ്ടതാണ് സർ. ഈ ബംഗ്ലാവിലെ സാറും മോളും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര കാലം കഴിയും? സാർ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ മോളെ മഠത്തിൽ അയക്കേണ്ട കാര്യമില്ലായിരുന്നു. അമ്മയും മോളും സാറിന്റെ കൂടെ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞാൽ. കൊള്ളാവുന്ന എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേഗം കണ്ടുപിടിക്കണം സാർ. ശിവരാമ, വലിയൊരിടത്തു നിന്നൊരു പെണ്ണെ കിട്ടാൻ എനിക്ക് വിഷമമില്ല. പക്ഷെ എന്റെ മോള് ഒരമ്മയെ കണ്ടെത്തിയത് അങ്ങനെയൊരിടത്തു നിന്നല്ല, പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ്. അങ്ങനെയുള്ളടത്ത് പോയി ഒരു പെണ്ണ് ചോദിച്ചാൽ അവർക്കെന്ത് തോന്നും? അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ മറ്റോ ആണോ എന്ന് അവർ തെറ്റിദ്ധരിക്കില്ലേ? അയ്യോ, സാറിനെ കുറിച്ച് അങ്ങനെ ആർക്കും ഒന്നും തോന്നൂല. അവരൊക്കെ അതൊരു ഭാഗ്യമായിട്ടേ കരുതൂ. ശിവരാമന് എന്നെ കുറിച്ച് അങ്ങനെ വല്ലതും തോന്നുമോ? എനിക്കോ? ഞാൻ എപ്പോഴും സാറിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കൂ. എങ്കിൽ എന്റെ മോളുടെ അമ്മയായി എന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ശിവരാമന്റെ പെങ്ങളാണ്. എന്താ, ശിവരാമന് ഇഷ്ടമല്ലേ? സാവിത്രിയെ എനിക്ക് വിവാഹം കഴിച്ചെന്നൂടെ? എനിക്കൊന്ന് ആലോചിക്കണം സാർ. മതി, ആലോചിച്ച് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം ശിവരാമൻ സമ്മതിച്ചാൽ മതി. സാർ, ഞാൻ എന്റെ പെങ്ങളെ സാറിന് വിവാഹം കഴിച്ചു തരാം. എനിക്ക് സമ്മതമാണ് സാർ.